ലിസാനിലെ ഒന്നാമത്തെ പാഠം മിനൽ ഖുർആനിൽ കരീം എന്നുള്ള പാഠമാണ്. ഈ ഒരു പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് നായിബ് ഫായിലുകളെ കുറിച്ചാണ്. നായിബ് ഫായിലാണ് പ്രധാനമായിട്ട്, വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും നായിബ് ഫായിൽ എന്നുള്ളൊരു പാഠമാണ്, ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് കേട്ടോ. നായിബ് ഫായിൽ പാഠത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനം, നായിബ് ഫായിൽ. അപ്പോൾ എന്താണ് ഈ നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കാം. നായിബ് ഫായിൽ എന്നാണ് നമ്മളിതില്ലേ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇപ്പോൾ ഒരു സിംഹം മുയലിനെ കൊന്നു അല്ലേ, സിംഹം മുയലിനെ കൊന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ ഫായിലിന് പകരം വരിക എന്നുള്ളതാണ്. ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫായിൽ എന്ന് പറഞ്ഞാൽ കർത്താവാണ്. ആരാണോ ക്രിയ ചെയ്യുന്ന ആൾ അവർക്കാണ് ഫായിൽ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ സിംഹം ആണ് കർത്താവ്, പിന്നെ കൊന്നു എന്നുള്ളത് ക്രിയയാണ്. എന്താണ് ആ കർമ്മം, അത് ക്രിയയാണ് അല്ലേ. അപ്പം കർത്താവ് ക്രിയ, അപ്പം ഇങ്ങനെ സംഭവം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാരാണ്, പിന്നെ ഇത് ക്രിയ, പിന്നെ ഇത് ഏതിലാണോ ക്രിയ നടന്നത് അതാണ് മുഴൽ എന്നുള്ളത് കേട്ടോ. അപ്പം സിംഹം മുഴലിനെ കൊന്നു. അപ്പോൾ ചില സമയങ്ങളിൽ എന്ത് പറയാറുണ്ട് നമ്മൾ, ഈ ഒന്നുകിൽ ഈ തെറ്റ് ചെയ്ത ആളെ പറയാനുള്ള പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യും, ഈ രൂപത്തിൽ പറയും, മുഴൽ കൊല്ലപ്പെട്ടു എന്ന് പറയും അല്ലേ. മുഴൽ കൊല്ലപ്പെട്ടു, അവിടെ ആരാ കൊന്നതെന്നുള്ള ഈ സിംഹത്തിന് എന്ത് ചെയ്യില്ല, പറയാറില്ല. സിംഹത്തിനെ പറയാതെ എന്ത് ചെയ്യും, ഇങ്ങനെ പറയാതെ പറയുമ്പോൾ മുഴലിനെ കൊന്നു പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ആരാ കൊന്നെന്നുള്ള ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം ഇല്ലാക്കാനാണ് മുഴൽ കൊല്ലപ്പെട്ടു എന്ന് പറയും. അപ്പോൾ മുഴലിനെ ആരോ കൊന്നു, ആരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശമില്ല, എന്തും ആവാം. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ എവിടെ എന്തുണ്ട്, ഈ രൂപത്തിൽ പറയുന്നതിനാണ് എന്ത് പറയുക, നമ്മൾ ഈ നായിബ് ഫായിൽ രൂപത്തിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ നോക്കൂ, ഇതേ ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഖത്തലൽ അസദു അൽ അർനബ. ഖത്തലൽ അസദു, സിംഹം കൊന്നു, അൽ അർനബ മുഴലിനെ കൊന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഈ സിംഹം എന്നുള്ളതാണ് അവിടെ കർത്താവ് അഥവാ ഫായിൽ കേട്ടോ. കർത്താവ് എന്ന് മലയാളത്തിൽ പറഞ്ഞാണ്, നമ്മൾ അറബിയിൽ എന്ത് പറയും, ഫായിൽ എന്ന് പറയും, ഫായിൽ അല്ലേ. ഇതാണ് ആ സാധനം. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, ചില സമയത്ത് കളഞ്ഞിട്ട് പറയും. എന്തിന്, അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്തിന് എന്താ പറയുക, കുത്തിലൽ അർനബു എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഇതിനാണ് കളഞ്ഞിട്ട് പറയുന്ന സമയത്ത് ഇതിലും ചെറിയ മാറ്റങ്ങൾ വരും. അപ്പം അത് ഇവിടെ ലമ്മുണ്ടാവും, ഇവിടെ ഒരു ലമ്മുണ്ടാവും, ഇവിടെ കെസറുണ്ടാവും, അങ്ങനെയൊക്കെ വേണം. അപ്പോൾ അത്തരം ചില കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായി ഞങ്ങൾക്ക്, ഈ രൂപത്തിൽ പറയുന്ന കാര്യങ്ങളെ ഈ ഒരു രൂപത്തിൽ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഈ ഒരു രൂപത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ഈ ഒരു രൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അറബിയിലെ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് പാഠത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് പാഠത്തിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം പാഠത്തും വായിച്ച് നോക്കാം. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്. അതിങ്ങനെ ആയത്ത്, നമ്മളെ ഖുർആനിൻ്റെ ആയത്തിൻ്റെ ഭാഗങ്ങളാണ്. ആ ഭാഗത്ത് ഒരുപാട് ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത് അല്ലേ. എന്താ നിങ്ങൾ നോക്കുന്നില്ലേ, ഇലൽ ഇബിലി ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, കൈഫ ഖുലിഖത്ത് എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ. സൃഷ്ടിക്കപ്പെടുക, നേരത്തെ മുയൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ. വഇലസ്സമായി, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, കൈഫ റുഫിയത്ത് എങ്ങനെയാണ് അവ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉയർത്തിയത് അള്ളാഹു ആണ്, അള്ളാഹുവിനെ പറയാതെ പറയാണ് ഇവിടെ കേട്ടോ. അപ്പം അങ്ങനെ പറയുന്നതിനാണ് ഫായിലാണ് അല്ലേ, കർത്താവാരാണ്, അള്ളാഹു ആണ്, ആ അള്ളാഹുവിനെ ഇവിടെ പറയുന്നില്ല. അങ്ങനെ പറയുന്ന സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഈ രൂപത്തിൽ പ്രയോഗിക്കാന്ന്. വൈലൽ ജിബാലി കൈഫ നുസിബത്ത്. വൈലൽ ജിബാലി, നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അവ എങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുന്നില്ലേ. വൈലല്ലാതെ കൈഫ സുത്തിഹത്ത്, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അത് എങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അത് ചില ഉദാഹരണങ്ങൾ ആ ഒരു ഭാഗങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് ആ ഒരു 4 ആയത്തുകൾ പറഞ്ഞു കേട്ടോ. നമ്മൾ നോക്കുക, നറാഫി ഹാദിൽ ആയത്ത്, ഈ ആയത്തുകളിലേക്ക് നമുക്ക് കാണാം ഖുലിഖത്ത്, റുഫിഅത്ത്, നുസിബത്ത്, സുത്തിഹത്ത് ഇല്ലേ, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മൾ കണ്ടു. വഹാദിൽ അഫ്ആലു, ഈ ഫിഅലുകൾ ലം യുദ്കർ മഅഹ ഫായിലുഹ, അതിൻ്റെ കൂടെ പറയപ്പെട്ടിട്ടില്ല ഫായിലുഹ, അത് ആ കർമ്മങ്ങളൊക്കെ ചെയ്ത കർത്താവിനെ അതിനോട് കൂടെ പറയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ല എന്നിട്ടോ.
അപ്പോൾ ഫായിലിനെ പറയപ്പെടാത്ത ഫീലുകളാണ് ഈ ഫീലുകളൊക്കെ. അപ്പോൾ ഇനി പറയാണ് അൽ ഫിഅലു നൗആനി, ഫിഅലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഅൽ എന്ന് പറഞ്ഞ സാധനമല്ലോ, ഇസ്മു ഫിഅൽ ഹർഫ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് അറബിയിലുള്ളത് അല്ലേ. അതിൽ ഈ ഫിഅലുകൾ 2 ഇനമുണ്ട്, ഒന്ന് മഅറൂഫാണ്, മറ്റൊന്ന് മജ്ഹൂലാണ്. അപ്പോൾ 2 ഇനം ഫീലുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന് മഅറൂഫാണ്, രണ്ടാമത്തത് മജ്ഹൂലാണ്. അങ്ങനെ 2 ഇനം ഫീലുകളുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഫീലുകൾ എത്ര വിധം? 2. ഏതെല്ലാം? മഅറൂഫ്, മജ്ഹൂൽ കേട്ടോ. അപ്പോൾ എന്താണ് മഅറൂഫ്, എന്താണ് മജ്ഹൂൽ പഠിക്കണ്ടേ? ഇദാ ദുക്കിറ മഅൽ ഫിഅലി ഫാഇലുഹു യുസമ്മ മഅറൂഫൻ. ഇദാ ദുക്കിറ മഅൽ ഫിഅലി, ഫിഅലിനോട് കൂടെ പറയുകയാണെങ്കിൽ, ഫാഇലുഹു അതിൻ്റെ ഫായിലിനെ പറയുകയാണെങ്കിൽ യുസമ്മ മഅറൂഫൻ. ഒരു ഫീലിൻ്റെ കൂടെ ഫായിലിനെ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞു ഇവിടെ ഒരു ഫീലുണ്ട്, കൊന്നു എന്നുള്ള ഫീലുണ്ട്, ആ ഫീലിൻ്റെ കൂടെ അതിൻ്റെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രയോഗിക്കുന്ന ഫീലുകൾക്ക് എന്ത് പറയും? മഅറൂഫ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താ ഫീലുണ്ട്, ഇതുണ്ട് അറബിയിൽ ഫീലുണ്ട്, അതിൻ്റെ ഫായിലുണ്ട്. അങ്ങനെ പറയുമ്പം ഈ ഒരു ഫീലിന് എന്ത് പറയും? ഈ ഫീൽ, ഇതാണ് ഇവിടെ ഫീൽ, ഈ ഒരു ഫീലിന് മഅറൂഫ് എന്ന് പറയുമെന്ന് പറയുന്നു കേട്ടോ. മഅറൂഫ് എന്ന് പറയും. പിന്നെ നമ്മളെന്താ പറഞ്ഞത്? പിന്നെ വഇല്ലാ യുസമ്മ മജ്ഹൂലൻ. അങ്ങനെ ഫായിലിൻ്റെ കൂടെ ഫീലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് മജ്ഹൂൽ എന്ന് പറയപ്പെടും. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നേരത്തെ പറഞ്ഞ ഇവിടെ എന്തില്ല, ഇവിടെ ഫായിലിനെ പറഞ്ഞോ? ഇല്ല. മുയൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുയലിനെ ആരോ കൊന്നു, ആരാന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് അറബി പ്രയോഗം കുത്തിലൽ അർണബു എന്ന് പറയാം. അവിടെയും എന്തില്ല, ആ പറഞ്ഞ ഫായിലില്ല. അപ്പോൾ അങ്ങനെ ഫായിലിനെ പറയപ്പെടാതെ ഉള്ള ഫീലുകൾക്ക് എന്ത് പറയും? ഇതിന് മജ്ഹൂൽ എന്ന് പറയും കേട്ടോ. മജ്ഹൂൽ. അപ്പോൾ എങ്ങനെയാണ് മജ്ഹൂൽ ഉണ്ടാക്കുക, എങ്ങനെയാണ് മഅറൂഫാക്കുക, ആ രൂപമൊക്കെ അടുത്ത് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഫീലുകൾ 2 ഇനമാണ്, ഒന്ന് മഅറൂഫാണ്, മറ്റൊന്ന് മജ്ഹൂലാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ടാവും, മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഫായിലിനെ പറഞ്ഞിട്ടുണ്ടാവില്ല. മനസ്സിലായല്ലോ? പിന്നെ ഇദാ കാനൽ ഫിഅലു മജ്ഹൂലൻ, ഇനി മജ്ഹൂലാണെങ്കിൽ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മജ്ഹൂലായ രൂപത്തിലും വരും അല്ലേ. അങ്ങനെ മജ്ഹൂലായ രൂപത്തിൽ വന്ന ഫിഅലാണെങ്കിൽ യുഖാമു മഫ്ഊലുൻ ബിഹി മഅറൂഫൻ മഖാമൽ ഫായിലി. മഫ്ഊൽ ബിഹി, അതായത് മഫ്ഊലിനെ എന്ത് ചെയ്യും? നിർത്തും. മഅറൂഫൻ റഫ്അ് ചെയ്തുകൊണ്ട് നിർത്തും. മഖാമൽ ഫായിലി, ഫായിലിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഖത്തല, ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇതാണ് ഖത്തല. ഖത്തലൽ അസദു അൽ അർണബ. ഖത്തല എന്നുള്ളത് ഫിഅലാണ്, ഇത് ഫിഅലാണ്, ഇത് ഫായിലാണ്, ഇത് മഫ്ഊലാണ് കേട്ടോ, മഫ്ഊലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇനി ഇത് മജ്ഹൂലാക്കുന്ന സമയത്ത് നമ്മളെന്താ പറഞ്ഞത്? മജ്ഹൂലാക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞു? യുഖാമു മഫ്ഊലുൻ ബിഹി, മഫ്ഊലിനെ നിർത്തും. മഅറൂഫൻ റഫ്അ് ചെയ്തുകൊണ്ട് നിർത്തും. മഖാമൽ ഫായിലി, ഫായിലിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഇവിടെ ഫായിൽ ആരാണ് ഇപ്പോൾ ഉള്ളത്? അസദ് എന്നുള്ളതാണ് ഫായിൽ. ഈ ഫായിലിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ മഫ്ഊൽ ഇതാണല്ലോ, ഇതിനെ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് നിർത്തും. അതാണിത് കുത്തിലൽ അർണബു എന്ന് പറഞ്ഞത്, അതാണ് കേട്ടോ. അപ്പം ഇതിനെന്തുണ്ടായും? മർഫൂ എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തിൽ ദമ്മുണ്ടാവും കേട്ടോ. ഇവിടെ നസ്ബ ഉണ്ടായിരുന്നത്, ഫത്ഹാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അതിനെ ദമ്മാക്കി. അപ്പോൾ ഇതേ രൂപത്തിൽ ഇങ്ങനെ ഫായിലിൻ്റെ സ്ഥാനത്തേക്കാണ് വരുമ്പം ഇവിടെ ദമ്മുണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സംഗതി മനസ്സിലായില്ലേ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കിയില്ലേ? അതാണ് അത്ര നമുക്ക് മനസ്സിലാക്കേണ്ടുള്ളൂ കേട്ടോ. യുഖാമു മഫ്ഊലുൻ ബിഹി മഅറൂഫൻ മഖാമുൽ ഫായിലി വ യുഖാലു ലഹു നായിബുൽ ഫായിൽ എന്ന് പറയപ്പെടും. അപ്പോൾ ഈ പറയപ്പെട്ട നേരത്തെ നമ്മൾ കണ്ടില്ലേ ഈ സാധനത്തിനക്ക് ഇതിന് നമ്മൾ മജ്ഹൂലായ ഫീൽ എന്ന് പറയും. ഈ സാധനത്തിന് നായിബ് ഫായിലി എന്നും പറയും കേട്ടോ. നായിബ് ഫായിലി എന്നും പറയും. അപ്പോൾ എന്തിനാണ് നായിബ് ഫായിലി എന്ന് പറയാന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ? വഹുവ, അത് മർഫൂൻ കൽ ഫായിലി, അത് മർഫൂ ആണ് ഫായിലിൻ്റെ പോലെ. ഫായിലിന് നമ്മൾ അവസാനത്തിൽ എന്താ ഉണ്ടാവില്ലേ? ഫായിലിൻ്റെ അവസാനത്തിൽ റഫ്അൽ ഉണ്ടാവില്ലേ? ഒന്നുകിൽ ലമ്മ ഉണ്ടാവില്ലേ, ലമ്മ തൻവീൻ ഉണ്ടാവും. അതേ രൂപത്തിൽ ഇതിനും എന്തേക്കരം ലമ്മോ ലമ്മിൻ്റെ തൻവീനൊക്കെ ആയിട്ട് അവസാനത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് മർഫൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എത്ര മനസ്സിലായില്ലേ? വൈലം യകുൻ ലിൽ ഫിഅലി മഫ്ഊലുൻ ബിഹി, ഇനി മഫ്ഊൽ ബിഹി ഇല്ലെങ്കിൽ, അതായത് ഒരു സാധനത്തിന് മഫ്ഊൽ ഇല്ലെങ്കിൽ ലാ യുദ്കറുൽ ഫിഅലു ഇല്ല മാൽ ഫായിലി. മഫ്ഊൽ അവിടെ ഇല്ല, മഫ്ഊൽ ഉണ്ടാകുന്ന സമയത്താണ് ചിലപ്പോൾ ഫായിലിനെ കളഞ്ഞിട്ട് മഫ്ഊലിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും, അല്ല ഫായിലിൻ്റെ സ്ഥാനത്ത് മഫ്ഊലിനെ നിർത്തും എന്ന് പറഞ്ഞത്. ഇനി ആ ഒരു ഫീൽഡിൽ മഫ്ഊൽ ഇല്ലെങ്കിൽ പിന്നെ ഫായിലില്ലാതെ പറയപ്പെടില്ല. അപ്പം എന്ത് ചെയ്യും? ഫായിൽ ഉണ്ടായിട്ടേ പറയുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ ഒരു ലൈന ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. ഇതൊക്കെ ഇതേ രൂപത്തിൽ പൂരിപ്പിക്കാനൊക്കെ ചോദിക്കും.
അതുപോലെ ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. പിന്നെ ഇതും വൈദാ ദുക്കിറൽ ഫീലു ഈ ദുക്കിറ മായൽ ഫീലി ഫായിലുഹു യുസമ്മ ഡാഷ് എന്നുള്ള രൂപത്തിലൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കാണാതെ പഠിക്കേണ്ട ഭാഗങ്ങളാണ്. പരമാവധി വരികളൊക്കെ കാണാതെ പഠിച്ചു വെക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലി ഫീമാ ലഹു കാനീല ഖൈറുനായിലി എന്നുള്ളൊരു ഉദാഹരണം, ഒരു ബൈത്തുണ്ട്. ആ ബൈത്തിൽ എന്താണ് ഒരു ഉദാഹരണമാണ് പറയുന്നത്. അതായത് യനൂബ് മഫ്ഊലും ബിഹി എന്ത് ചെയ്യും, അത് പകരമായി വരും. എവിടെ പകരമായി വരും? അൻ ഫായിലി, ഫായിലിനെ തൊട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ മഫ്ഊൽ ബിഹി ഫായിലിന് പകരമായിട്ട് വരും. ഫീമാ ലഹൂക്ക നീല ഖൈറുനായിൽ എന്ന് പറഞ്ഞ ഉദാഹരണത്തിലുള്ളത് പോലെ എന്ത് ചെയ്യും, ചിലപ്പോൾ സമയത്ത് മഫ്ഊൽ എന്ത് ചെയ്യും, ഫായിലിന് പകരമായിട്ട് വരും. അതാണ് ഈ പറഞ്ഞ കേട്ടോ. അപ്പം അതേ രൂപത്തിൽ ആ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബൈത്ത് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. അത് കാണാതെ പഠിച്ചാൽ ചില സ്ഥലത്ത് അത് പൂരിപ്പിക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. നസ്അലു വ നുജീബു, നമുക്ക് എന്ത് ചെയ്യുക, ചോദ്യത്തിന് ഉത്തരം പറയാം. അപ്പോൾ ഒന്നെന്താണ് അസ്വാൽ, ചോദ്യം. കൈഫ യുജാലുൽ ഫിഉലുൽ മഅറൂഫു മജ്ഹൂലൻ, മഅറൂഫായ ഫീലിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക. അപ്പോൾ നേരത്തെ ഇവിടെ നമ്മൾ കണ്ടല്ലോ എന്താണ് മഅറൂഫായ ഫീൽ അല്ലേ. മഅറൂഫായ ഫീൽ ഇതാണ്. മഅറൂഫ ഖതല എന്നുള്ളത് ഒരു മഅറൂഫായ ഫീലാണ്. അപ്പോൾ അങ്ങനത്തെ ഫീലുകളെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അൽ ജവാബ്, അതിന് ഉത്തരം എന്താ? ളുമ്മ ഫാ അൽ ഫിഅലി വക്സിർ മാ ഖബലൽ ആഖരി ഫിൽ മാലി. മാലിയിൽ ളുമ്മ ഫാ അൽ ഫിഅലി, ഫാ ഫിഅലിന് എന്ത് ചെയ്യുക, ഫാ അൽ ഫിഅലിന് ആദ്യത്തെ അക്ഷരം കേട്ടോ, അതിനെന്ത് ചെയ്യുക, ലമ്മ കൊടുക്കുക. വക്സിർ മാ ഖബലൽ ആഖരി, അവസാനത്തതിൻ്റെ മുമ്പുള്ളതിന് എന്തും ചെയ്യുക, കെസുറും ചെയ്യുക. അപ്പോൾ ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുസാലു ഫുഇല, ഖുതില, ശുരിബ, നുസിറ, സുമിഅ, ദുരിബ, ഇതൊക്കെ മജ്ഹൂലിന് ഉദാഹരണമാണ്. അപ്പോൾ അതിൻ്റെ മഅറൂഫായ ഫീൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഖതല അല്ലേ, ഫഅല എന്നുള്ളൊരു എന്താണ് മഅറൂഫായ ഫീലാണ്. അതിനെങ്ങനെയാണ് മജ്ഹൂലാക്കിയത്? ഇവിടെ നോക്കൂ, കണ്ടോ, ഫാ ഫീൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. ഇപ്പോൾ ഫാ ഉള്ള ഈ ആദ്യത്തെ അക്ഷരത്തിനാണ് ഫാ ഫീൽ എന്ന് പറയുക കേട്ടോ. ഇതാണ് ഫാ ഫീലുകൾ. പിന്നെ അവസാനത്തിൻ്റെ മുമ്പുള്ള ഏതാ? ഇവിടെ ഐനാണ്, ഇവിടെ റാ ആണ്, ഇവിടെ സ്വാദാണ് അല്ലേ. അപ്പോൾ ളുമ്മ ഫാ അൽ ഫീലി, ഫാ ഫീലിലേക്ക് നമ്മിടണം. അപ്പോൾ ഇതിൽ നമ്മിടണം, ഈ സാധനത്തിന് നമ്മിടണം, ഇതിന് നമ്മിടണം. പിന്നെന്താണ്? വക്സിർ മാ ഖബലൽ ആഖിരി, അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് എന്ത് വേണം? അവസാനത്തിന് മുമ്പുള്ളതിന് കസർ വേണം. അപ്പോൾ ഇവിടെ ഐനിന് കസർ വേണം, ഇവിടെ റാക്ക് കസർ വേണം, ഇവിടെ സ്വാദിന് കസർ വേണം. ഈ രൂപത്തിലാണ് ഈ സാധനങ്ങൾ ഉണ്ടാവാൻ. മനസ്സിലായില്ല? അപ്പോൾ എങ്ങനെയാണ് ഒരു മഅറൂഫായ ഫീൽ മജ്ഹൂലാക്കുന്നത് മനസ്സിലായില്ലേ? ഓക്കെ. ഇവിടെ ഫായിലുള്ളത് ഫുയിലായി, ഷരീബുള്ളത് ഷുരിബായി, നസറുള്ളത് നുസീറായി അല്ലേ. ഏത് ഫാ ഫീലിന് ലമ്മും രണ്ടാമത്തെ ഐൻ ഫീലിനിക്ക് കെസറുമാണ്. രണ്ടാമത്തെ അല്ല, അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് കെസറുമാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതെന്താണ്? ഇത് മാലിയിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. മാലിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കുക. വഫിൽ മുലാരിയിൽ എന്താ ചെയ്യുക? ഉലുമും ഹർഫൽ മുലാറാത്തി, മുലാരിൻ്റെ അക്ഷരാണെന്ന് പറയുന്ന ഒരു ഹർഫുകളുണ്ട്. അതാണെന്ത്? ആ ഹർഫുകൾക്ക് ലമ്മ കൊടുക്കുക. പിന്നെ വഫ്തഹ്, ഇങ്ങോട്ട് എന്ത് ചെയ്യുക? വഫ്തഹ് മാ ഖബലൽ ആഖിരി, അവസാനത്തതിന് മുമ്പുള്ളതിനേക്ക് ഫത്ഹും ചെയ്യുക. ഉദാഹരണങ്ങൾ ഇതാ: യുഫ്തഹു, യുജ്അലു, യുദ്കറു, യുക്റമു, യുഹ്റമു, അതൊക്കെയാണ് ഉദാഹരണം. അപ്പോൾ നമുക്ക് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഫഅല യഫ്അലു എന്നാണ് മുലാരി ഉണ്ടാകുക. മുലാറത്തിൻ്റെ അക്ഷരം തന്നെ ഈ കാണുന്നതൊക്കെയാണ് മുലാറത്തിൻ്റെ ഈ ആദ്യത്തിൽ കാണുന്ന അക്ഷരം കേട്ടോ. അതാണ് മുലാറത്ത്. അത് ചിലപ്പം നൂനാവാം, ചിലപ്പോൾ യാ ആവാം, ചിലപ്പോൾ അലിഫാവാം, അങ്ങനെ പല അക്ഷരങ്ങളും വരും. ഇവിടെ യാ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ അതിന് ദമ്മ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന് ദമ്മ കൊടുക്കണം. പിന്നെ വഫ്തഹ് മാ ഖബലൽ ആഖിരി, അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് ഫത്ഹും വേണം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തതിനൊക്കെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ യുഫ്അലു, ആദ്യത്തിനൊക്കെ ഇതേ അക്ഷരങ്ങൾ തന്നെയാണ്. ആദ്യത്തിന് എന്ത് ചെയ്യുക? ദമ്മ കൊടുക്കുക. അവസാനത്തിന് മുമ്പ് എന്താണുള്ളത്? അത് എന്താണുള്ളത് നോക്കണ്ട, നമ്മൾ ഫത്ഹ് കൊടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ഫത്ഹ് തന്നെ ഉള്ളത്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ യുഫ്അലു, യുഫ്തഹു, യുജ്അലു, അങ്ങനെ എന്ത് ചെയ്യും? അവസാനത്തതിന് മുമ്പുള്ള ഫത്ഹ് കൊടുത്താൽ മുലാരിയയിൽ മഅറൂഫ് എന്താവും? മജ്ഹൂലാവും. അപ്പോൾ മഅറൂഫിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക എന്നുള്ളതാണ്, മുലാരിയായ ഫീലിൽ മഅറൂഫിനെ എങ്ങനെയാണ് മജ്ഹൂലാക്കുക എന്നുള്ളതാണ്
ഈ പറഞ്ഞ അപ്പോൾ മാദിയായ ഫീലും മുലാരിയായ ഫീലും മഅറൂഫിനെ എങ്ങനെ മജ്ഹൂലാക്കുമെന്നുള്ള ചോദ്യം ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ മനസ്സിലാത്ത ആളുകൾ ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കിയാൽ മതി. ഇവിടെ കണ്ടില്ല ഫുഇല, ഇവിടെ ഫസ്റ്റ് ദമ്മുണ്ട്, അവസാനത്തിന് മുമ്പ് കസറുണ്ട്. ഇവിടെ ദമ്മുണ്ട്, അവസാനത്തിന് മുമ്പ് കസറുണ്ട്. ദമ്മുണ്ട്, അവസാനത്തിന് മുമ്പ് കസറുണ്ട്. ദമ്മുണ്ട്, കസറുണ്ട്. ദമ്മുണ്ട്, കസറുണ്ട്. ദമ്മുണ്ട്, കസറുണ്ട്. ഈ രൂപത്തിലാണ് എന്തുണ്ട് മാദിയിലുണ്ടാകുക. മുലാരിയിലാകുമ്പം ഇവിടെ ദമ്മുണ്ട്, ഇവിടെ ഫത്തഹുണ്ട്. ദമ്മുണ്ട്, അവസാനത്തിന് മുമ്പ് ഫത്തഹുണ്ട്. ദമ്മുണ്ട്, അവസാനത്തിന് മുമ്പ് ഫത്തഹുണ്ട്. ദമ്മുണ്ട്, അവസാനത്തിന് മുമ്പ് ഫത്തഹുണ്ട്. ഈ രൂപത്തിലാണ് മുലാരിയിൽ ഉണ്ടാവുക. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് മഅറൂഫായ ഒരു ഫിഅലിനെ മജ്ഹൂലാക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ. ഇനി നഖറഉൽ അംസിലതൻ മിനൽ ഖുർആനി ഷരീഫ, ഇത് രൂപത്തിൽ ഖുർആനിൽ ഉദാഹരണങ്ങൾ നോക്കാം. ഖുലിഖൽ ഇൻസാനു ലഈഫ എന്നുള്ളതാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫ. ഇവിടെ ഇതാണ് നമ്മൾ പറയപ്പെട്ട മജ്ഹൂലായ ഫിഅൽ അല്ലേ. അതിന് ഇവിടെ എന്തുണ്ട്, ഖലഖ എന്നുള്ളതിൻ്റെതാണ്. അപ്പം മാദിയാണ്. ആദ്യത്തിൽ ഇതുണ്ട്, ലമ്മുണ്ട്, അവസാനത്തിൻ്റെ മുമ്പ് കസറുണ്ട് അല്ലേ. അപ്പം അത് ഖുലിഖ എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ശേഷം വരുന്നതിന് എന്താ പറയുക, അതിനാണ് നായിബ് ഫായിൽ എന്ന് പറയല്ലേ. നായിബ് ഫായിൽ എന്ന് പറയുന്നതിനാണ്. അതിനെന്തുണ്ടാവും, ഇവിടെ റഫ് ഉണ്ടാവും അല്ലേ. ഖുലിഖൽ ഇൻസാനു ലഈഫ. അപ്പോൾ അതൊക്കെയാണ് ഈ പാഠത്തിൽ പറയണത് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബുസ്സത്തിൽ ജിബാലു ബസ്സ, ഈ ബുസ്സത്ത് എന്നുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിച്ചു വെക്കട്ടോ. അപ്പോൾ ഈ ബുസ്സ എന്നുള്ളതോടെ ശ്രദ്ധയുള്ള ഒരു അക്ഷരമൊക്കെ ആയതുകൊണ്ട് അതിൽ ചെറിയ നിയമവ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് അവിടെ കെസറും നമുക്ക് ആ അവസാനത്തിൻ്റെ മുമ്പുള്ള കെസറൊന്നും അവിടെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഉദാഹരണം അതേ രൂപത്തിലാണ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വബുസ്സത്തിൽ ജിബാലു ബസ്സ. പിന്നെ വഫുത്തിഹത്തിസ്സമാഉ, അവിടെ നമുക്ക് കാണാനുണ്ട് ഫു എന്നുള്ളത് എന്താ, ഫതഹ ഫുത്തിഹ. ഫസ്റ്റ് ആദ്യത്തിൽ ദമ്മുണ്ട്, അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് എന്തുണ്ട്, കെസറുണ്ട് കേട്ടോ, ഫുത്തിഹ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഉദാഹരണങ്ങൾ, നമ്മൾ ഈ പറയപ്പെട്ട 3 ഉദാഹരണങ്ങളും അവിടെ അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനെ ദുർബലനായി പടക്കപ്പെട്ടിരിക്കുന്നു, അതാണ് ഖുലിഖൽ ഇൻസാനു ലഈഫ എന്നതിൻ്റെ അർത്ഥം. പിന്നെ വബുസ്സത്തിൽ ജിബാലു ബസ്സാന, പർവ്വതങ്ങളെ ഇടിച്ചു പൊടിയാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വാക്കുകളൊക്കെ ചെറിയ അർത്ഥങ്ങൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പൊടിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ, അങ്ങനെ പല അർത്ഥങ്ങളും ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാലും അത് മനസ്സിലാക്കി വെക്കുക. ഫുത്തിഹത്തിസ് സമാഉ, ആകാശം തുറക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉദാഹരണങ്ങൾ അതിൻ്റെ അർത്ഥം പഠിക്കാമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ചിലപ്പോൾ ഉദാഹരണങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മലയാളം എന്താണെന്ന് എഴുതാണ്ടാവും, അല്ലെങ്കിൽ ഈ മലയാളം തന്നിട്ട് അതിൻ്റെ അറബി എഴുതാനൊക്കെ ചോദിക്കും. അപ്പം ആ ഉദാഹരണങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ, നജ്അലുൽ അഫ്ആൽ ആതിയ മജ്ഹൂലൻ. നജ്അലുൽ അഫ്ആൽ ആതിയ ശേഷം താഴെയുള്ള ഫിഅലുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മജ്ഹൂലാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താ ഉള്ളത്, ഖറഅ അബി ഖുർആനൻ. ഖറഅന ഓതി, അബി എന്നാണ് എൻ്റെ പിതാവ്, ഖുർആനൻ എൻ്റെ പിതാവ് ഖുർആൻ ഓതി. അപ്പോൾ ഇവിടെ ഇവിടെ ഫീലുള്ള ഖറഅ എന്നുള്ളതാണ്. ഖറഅ എന്നുള്ളത് എന്താണ്, മഅറൂഫായ ഫീലാണ് കേട്ടോ. മഅറൂഫായ ഫീലാണ്, അത് മനസ്സിലാക്കുക, മഅറൂഫാണ്. അപ്പോൾ അതിനെ മജ്ഹൂലാക്കാണ് വേണ്ടത്. എന്താ നമ്മൾ മജ്ഹൂലാക്കാൻ നമ്മൾ പഠിച്ചിരുന്നത്, ആദ്യത്തെ ഈ ഫാഫിയിൽ നിന്ന് അതിന് പറയാം. അതിനെന്ത് ചെയ്യണം, ആദ്യത്തെ സാധനത്തിന് ലമ്മ് കൊടുക്കണം, അവസാനത്തിൻ്റെ മുമ്പ് കെസറും കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഒന്ന് നോക്കുകയാണെങ്കിൽ കു രി ആന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അതാണ് കുരി അൽ ഖുർആനു കേട്ടോ, കുരി അൽ ഖുർആനു. അപ്പോൾ കുരി ആ. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതേ രൂപത്തിൽ ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അബി എന്നുള്ളതാണ് ഫായിൽ. ഫായിലിനെ നമ്മൾ ഒഴിവാക്കുന്നു, മഫ്ഊലിനെ ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തുന്നു, എന്നിട്ട് ഇതിന് ദമ്മും കൊടുക്കുന്നു അല്ലേ. ദമ്മ് കൊടുക്കുമ്പോൾ പിന്നെ അലിഫ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ഫത്തഹിന് മാത്രമേ അലിഫ്, അങ്ങനെ ഫത്തഹ തൻവീൻ ഉണ്ടാകുമ്പോൾ അവസാനത്തിൽ അലിഫ് ഉണ്ടാവുള്ളൂ, ദമ്മാകുമ്പോൾ അലിഫ് ഉണ്ടാവില്ല. അപ്പം എന്തായത് ഇവിടെ കുരി അൽ ഖുർആനു കേട്ടോ, കുരി അൽ ഖുർആനു എന്നുണ്ടാവുക കേട്ടോ. അടുത്ത ചോദ്യം, അക്കലത്ത് ബക്കറത്തുൻ സറഅ അഖി. അക്കലത്ത് എന്നതാണ് ഫീൽ, ബക്കറത്തുൻ നമ്മളെ ഫായിലാണ്. അത് നമ്മളെന്ത് ചെയ്യും, ഒഴിവാക്കും എന്നുള്ളതാണ് പറഞ്ഞില്ലേ. സറഅ അഖി കേട്ടോ. അപ്പം ഇതാണ് മഫ്ഊൽ കേട്ടോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ആദ്യത്തിന് ദമ്മ് കൊടുക്കണം, ഇത് എന്താണ്, അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് എന്ത് ചെയ്യണം, ഉക്കില കേട്ടോ. അക്കല ഉക്കില എന്നുണ്ടാവുക. അവസാനത്തിൻ്റെ മുമ്പ് കസറും കൊടുക്കുന്നു, ഉക്കില എന്നായി, ഉക്കിലത്ത് കേട്ടോ. പിന്നെ ഇതിന് ലമ്മ കൊടുക്കും, സറഉ അഖി കേട്ടോ. ഉക്കിലത്ത് സറഉ അഖി എന്നുണ്ടാവുക. മനസ്സിലായില്ലേ, വളരെ ഈസിയാണ്. പിന്നെ ഫറളല്ലാഹു സൗമ. ഫറള എന്നുള്ളതാണ് ഫീൽ. ഫറള മഅറൂഫായ ഫീലാണ്. അതിന് ആദ്യത്തിൽ ദമ്മ് കൊടുക്കും, അവസാനത്തിൻ്റെ മുമ്പ്
കെസർ കൊടുക്കും. ഇതിനെ നമ്മൾ തൽക്കാലം മാറ്റി നിർത്തും. എന്നിട്ട് ഇവിടെ ലൊമ്മ് കൊടുക്കും. ഫുരില സൗമു കേട്ടോ, ഫുരില സൗമു എന്നുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് യുഹജ്ജുന്നാസുൽ ബൈത്ത. യഹുജു എന്നുള്ളത് യഹുജു അല്ല, യഹുജു പറഞ്ഞാൽ ഒരു മുലാരിയ ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തതിൽ ലൊമ്മ കൊടുക്കും, അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് ഫത്തുഹും കൊടുക്കും. യുഹജ്ജു ഇതിന് ഫായിൽ ഇതാണ്, ഇതിനെ തൽക്കാലം മാറ്റി നിർത്തും. അപ്പം ഇതിനെന്ത് ചെയ്യും, ലൊമ്മ വരും. അപ്പം യുഹജ്ജുൽ ബൈത്തു കേട്ടോ, യുഹജ്ജു ബൈത്തുല്ലാഹി, യുഹജ്ജു ബൈത്തുല്ലാഹി എന്നുണ്ടാവുക. ഈ രൂപത്തിൽ നമ്മൾ വളരെ ഈസിയാണ്. എന്താണ് ഈ ഒരു മഅറൂഫിനെ മജ്ഹൂലാക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ഈസിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ പാഠത്തിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പാഠത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളോട് ചോദിക്കുള്ളൂ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, നുക്മിലു ബിൻ നായിബിൽ ഫായിലിൽ മുനാസിബ്, യോജിച്ച നായിബ് ഫായിൽ ചേർത്ത് കൊടുക്കാനാണ്. യുസ്റഉ, യുസ്റഉ എന്നുള്ളത് യുസ്റഉ ഇതെന്താണൊരു മജ്ഹൂലായ ഫീലാണ്, നമുക്ക് മനസ്സിലാക്കല്ലേ, മജ്ഹൂലാണ്. എന്തുകൊണ്ട് മനസ്സിലാക്കി, ആദ്യത്തിൽ ദമ്മുണ്ട്, അവസാനത്തിന് മുമ്പ് ഫത്ഹുണ്ട്. അപ്പോൾ എന്താണ്, അതൊരു മജ്ഹൂലായ ഫീലാണ്. അപ്പോൾ ഇവിടെ ഇനി ശേഷം വരുന്ന ഫീലിൻ്റെ അവസാനത്തിൽ ലമ്മോ അല്ലെങ്കിൽ ലമ്മ് തൻവീനോ വേണമെന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി അവിടെ ശേഷം എന്തൊക്കെയാണ് വരാമെന്നുള്ളത് നമുക്ക് നോക്കുക. യുസ്റഉൽ അറുസ എന്നുള്ളത് പറ്റൂല, കാരണം അവസാനത്തിൽ എന്താണ് ഫത്ഹാണുള്ളത്. അൽ അറുസു പറ്റിയേക്കാം, അതുപോലെ നഖ്ലത്തു പറ്റിയേക്കാം അല്ലേ, കാരണം അവസാനത്തിൽ രണ്ടിലും ലമ്മുണ്ട്. അപ്പോൾ ഇനി എന്ത് വേണം, നഖ്ലത്ത് വേണോ അറുസു വേണോ? യുസ്റഉ എന്ന് പറഞ്ഞാൽ എന്താ, സറഅ യസ്റഉ, അതിൻ്റെ യസ്റഉ എന്നതിൻ്റെ മജ്ഹൂലാണ്. യുസ്റഉ യുസ്റഅനി യുസ്റഊന അല്ലേ. അപ്പോൾ യുസ്റഉ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തേതാണ്. അപ്പോൾ അതൊരു പുല്ലിംഗ ഏകവചനത്തിനുള്ളതാണ് അല്ലേ. ഇവിടെ പുല്ലിംഗം ആയിട്ടുള്ള ഏതാണ് നോക്കണം. നമുക്കറിയാം അവസാനത്തിൽ താവൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് സ്ത്രീലിംഗമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതും ഇവിടെ യോജിക്കൂല എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ അറുസു എന്നുള്ളത് കൊടുത്തിരുന്നു, യുസ്റഉൽ അറുസു എന്നാണ് വേണ്ടത് കേട്ടോ. കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ശ്രദ്ധിച്ചാൽ കേട്ടോ. ഇനി രണ്ടാമത്തത് സുരിഖത്ത് അല്ലേ. സുരിഖത്ത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മജ്ഹൂലായ ഫീലാണ്. കാരണം എന്താണ്, ആദ്യത്തിൽ ദമ്മുണ്ട്, അവസാനത്തിൻ്റെ മുമ്പ് ഫത്ഹൊക്കെ ഉണ്ട്. അപ്പോൾ സുരിഖത്ത് അല്ലേ, അപ്പോൾ അത് എന്താണ്, മജ്ഹൂലായ ഫീലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി വരുന്നത് ഇവിടെ നായിബ് ഫായിലായിരിക്കും ഉണ്ടാവുക. അതിനെന്ത് ലമ്മോ ലമ്മിൻ്റെ തൻവീനോ ഒക്കെ വരൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഇവിടെ അസയ്യാറത്തു എന്ന ഓപ്ഷൻ ഉണ്ട്, അസയ്യാറത്ത എന്നുണ്ട്, അൽ മാലു എന്നുണ്ട്. ഇപ്പോൾ സയ്യാറത്ത എന്നുള്ളത് പറ്റില്ല, നമുക്ക് 100% ഉറപ്പാണ്, കാരണം സയ്യാറത്ത എന്നാണുള്ളത്, അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ സുരിഖത്ത് എന്നുള്ളത് എന്താണ്, അത് ഒരു അതിൻ്റെ അവസാനത്തിൽ താക്കുള്ളത് കൊണ്ട് നിങ്ങൾ സർഫാക്കണൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊരു സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്ന പദമാണെന്ന് മനസ്സിലാക്കുന്നു അല്ലേ. അപ്പോൾ സ്ത്രീലിംഗത്തിന് ഉള്ളതായിട്ടുള്ള പദം അൽ മാലു എന്നുള്ളത് സ്ത്രീലിംഗമല്ല. അപ്പോൾ സയ്യാറത്തു എന്നുള്ളതാണത്. അപ്പോൾ നമുക്ക് സയ്യാറത്തു എന്ന് ഇവിടെ എഴുതി കൊടുക്കുന്നു, സുരിഖത്തി സയ്യാറത്തു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ ഈ ലമ്മ് വേണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ സ്ത്രീലിംഗോ പുല്ലിംഗോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളത് എടുത്തു കൊടുക്കുക. പിന്നെ അടുത്തത് ഇത ഷംസു അല്ലേ, ആദ്യം തന്നെ പറഞ്ഞു, എന്നാലും നമുക്ക് നോക്കാം. ഇത ഡാഷ് കുവ്വിറത്ത് എന്നുള്ളതാണ് അല്ലേ. ഒരു ആയത്തിൻ്റെ ബാക്കിയാണത്. അപ്പോൾ അത് അങ്ങനെ കാണാത്തടിച്ചാൽ അങ്ങനെ തന്നെ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ഏതായാലും നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഏതായാലും ഇത ഷംസു കുവ്വിറത്ത് എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്താണ്, ഇവിടെ ലമ്മുണ്ട് അല്ലേ. പിന്നെ കമറു എന്നുള്ളത് എന്തില്ല, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീലിംഗം പുല്ലിംഗം പ്രശ്നം കാരണത്താൽ അത് പറ്റില്ല. ഷംസി എന്നുള്ളത് ഏതായാലും പറ്റില്ല, നമുക്ക് അറേഞ്ച് ചെയ്യല്ലേ. അപ്പോൾ ഈ രൂപത്തിലാണ് ഈ ഒരു പാഠത്തിലുള്ളത്. വളരെ ഈസി ആയൊരു പാഠമാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എന്താണുള്ളത്, ഇവിടെ നമുക്കൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിലുള്ളത്, നുലാഹിദുൽ ജദ്വല. ഈ പട്ടിക നമ്മൾ ശരിക്ക് നോക്കി പഠിച്ച് നിരീക്ഷിക്കാനുള്ളതാണ്. ഫീലുണ്ട്, ഫായിലുണ്ട്, മഫ്ഊലുണ്ട്, അങ്ങനെ തന്നിട്ട് പിന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫീലിനെയും നായിബ് ഫായിലിനെയും ആക്കണം. ഇവിടെ മജ്ഹൂലായ ഫീലിനെയാണ് ഇവിടെ ആക്കേണ്ടി വരിക. ഇവിടെ മജ്ഹൂല് ആക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ നായിബ് ഫായിലിനൊക്കെ കൊടുത്ത് സെറ്റാക്കാണ് വേണ്ടത്. നമുക്ക് നോക്കുക, ഖത്തല അൽ അസദു അൽ അർനബ അങ്ങനെ ഉണ്ടാവുക. ഖത്തല ഫീലാണ്, അസദു ഫായിലാണ്, അപ്പോൾ റഫ് ഉണ്ടാവും. അൽ അർനബ മജ്ഹൂലാണ്, അവസാനത്തിൽ നസ്ബ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ ഫത്ഹ ആയിക്കും. ഖത്തലൽ അസദു അൽ അർനബ എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം, സിംഹം മുഴലിനെ കൊന്നു എന്നാണ് അർത്ഥം.
അപ്പോൾ ഇനി അതിനെ മജ്ഹൂലായ ഫീലും നായിബ് ഫായിലാക്കി മാറ്റുന്ന രൂപമാണ് മജ്ഹൂലായ ഫീലാക്കണം, അതുപോലെ തന്നെ നായിബ് ഫായിൽ കൊടുക്കണം. അങ്ങനെയാണ് അങ്ങനെ ചെയ്യാനാണ് ഈ പട്ടികയിലുള്ളത്. മുഴുവൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് നിരീക്ഷിക്കേണ്ട അടുത്ത പട്ടിക നമ്മൾ സ്വന്തമായിട്ട് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. നമുക്ക് ഖത്തലൽ അസദു അൽ അർണബ. അപ്പോൾ ഇനി ഖത്തലിൻ്റെ എന്താ കുത്തില എന്നുണ്ടാവുക. പിന്നെ അർണബ് എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ട് കുത്തിലത്ത് എന്നുണ്ടാവും കേട്ടോ. കുത്തിലത്തിൽ അർണബു എന്നുണ്ടാവുക, മുഴൽ കൊല്ലപ്പെട്ടു. പിന്നെ ലറബ, ലറബൽ വലതു അൽ അഖറബ, ലറബൽ വലതു അൽ അഖറബ, കുട്ടി തേളിനെ അടിച്ചു. ലറബ അടിച്ചു, വലതു കുട്ടി, അഖറബ് തേളിനെ. ലുരിബൽ അഖറബു എന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ നസറൽ ഖനിയു അൽ ഫഖീറ, നസറ ധനികൻ ദരിദ്രനെ സഹായിച്ചു. നസറനെ സഹായിച്ചു, ഖനിയു ധനികൻ, ഫഖീറ ദരിദ്രനെ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഇനി നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ച സംഭവം തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്യും? ആദ്യത്തിൽ ദമ്മ് കൊടുക്കും, അവസാനത്തിൻ്റെ മുമ്പ് എന്ത് ചെയ്യും? കെസ്റും കൊടുക്കും. അപ്പോൾ നുസിറ എന്നാവും. എന്നിട്ട് ഇതിന് ദമ്മൊക്കെ കൊടുത്തിട്ട് ഇവിടെ വെക്കും. അപ്പോൾ നുസിറൽ ഫഖീറു എന്നുള്ളതാവും അല്ലേ. അപ്പം നുസിറൽ ഫഖീറു. അത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. പിന്നെ അങ്ങനെ തന്നെയാണ് ഫതഹത്തിൽ ബിന്തു അൽ ബാബ ഫുത്തിഹൽ ബാബു. അപ്പോൾ ഇവിടെ ബിന്തായതുകൊണ്ടാണ് ഇവിടെ ഫതഹത്തി എന്നൊക്കെ വന്നത്. ബാബ് എന്ന് മാത്രമാകുമ്പോൾ ഇവിടെ ഫുത്തിഹ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ പാഠത്തിൽ പറഞ്ഞ അതേ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് അതൊക്കെ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. പിന്നെ കസറത്തിൽ ഹിറത്തു അസുജാജത്ത. ഇവിടെ എന്താണ് കസറത്തി? ഇവിടെ ഹിറത്തായതുകൊണ്ടാണ് കസറത്ത് വന്നത്. അതുപോലെ തന്നെ സുജാജത്താകുമ്പോഴും അവിടെ തീന്ന് വരും. അതുകൊണ്ട് കുസിറത്തി സുജാജത്തു എന്നിട്ടോ. ഇവിടെ ഹിറത്ത് എന്നുള്ളതും അതുപോലെ തന്നെ സുജാജത്തൊക്കെ സ്ത്രീലിംഗത്തിന് വേണ്ടി പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ആ ഒരു താവ് വരുന്നത് കേട്ടോ. യക്തുബുൽ ഉസ്താദു അർ റിസാലത്ത, യക്തുബുൽ ഉസ്താദു അർ റിസാലത്ത. ഉസ്താദ് എന്ത് ചെയ്യുന്നു? കത്ത് എഴുതുന്നു കേട്ടോ. പെൺകുട്ടി വാതിൽ തുറക്കുന്നു, പൂച്ച ഗ്ലാസ് പൊട്ടിച്ചു, ഉസ്താദ് കത്ത് എഴുതുന്നു കേട്ടോ. ഉസ്താദ് കത്ത് എഴുതുന്നു. അപ്പം എന്താണ്? യക്തുബുൽ ഉസ്താദു അർ റിസാലത്താണ് ഉണ്ടാവുക. പിന്നെ റിസാലത്ത് എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ട് ഇവിടെ തുക്തബു എന്ന് വരും. റിസാലത്തു കേട്ടോ. തുക്തബു റിസാലത്തു എന്ന് വരും. പിന്നെ തഖ്റഉൽ ഉമ്മു അൽ ഖുർആന, ഉമ്മ ഖുർആൻ ഓതുന്നു. തഖ്റഉൽ ഉമ്മു, ഇവിടെയും ഉമ്മ ആയതുകൊണ്ട് എന്തുണ്ടാവും? പിന്നെ ഇവിടെ ഉമ്മ തഖ്റഉൽ ഉമ്മു അൽ ഖുർആന കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തഖ്റഉ എന്ന് വന്നത്. പിന്നെ എന്ത് ചെയ്യും? യുഖ്റഉൽ ഖുർആനു എന്നാവും. ഇവിടെ താ എന്ന് വരാൻ കാരണം ഇവിടെ ഉമ്മ ആയതുകൊണ്ടാണ്. ഇവിടെ ഖുർആൻ പുല്ലിംഗ വചനമായതുകൊണ്ട് ഇവിടെ യുഖ്റഉ എന്നാണ് വരിക കേട്ടോ. പിന്നെ തഫ്തഹുൽ ഖാദിമത്തു അൽ ബവ്വാബത്ത, വേലക്കാരൻ ഗേറ്റ് തുറക്കുന്നു. വേലക്കാരൻ ഗേറ്റ് തുറക്കുന്നു. തുഫ്തഹുൽ ബവ്വാബത്തു കേട്ടോ. ഇവിടെ തഫ്തഹുൽ തുഫ്തഹു എന്നാവും. ആദ്യത്തിൽ ഫത്തുഹും അവസാനത്തിൻ്റെ മുമ്പ് ആദ്യത്തിൽ ദമ്മും അവസാനത്തിൻ്റെ മുമ്പ് ഫത്തുഹും വരുന്നത്. പിന്നെ യുൻസിലുല്ലാഹുൽ മത്തറ, അല്ലാഹു തആല മഴ വർഷിപ്പിച്ചു. എന്താണ് യുൻസിലു എന്നുള്ളത്? യുൻസലു എന്നാവില്ലേ. ആയത്തിൽ ദമ്മും അവസാനത്തിൻ്റെ മുമ്പ് ഫത്തുഹും. യുൻസലു അൽ മത്തറു, മത്തറാണുള്ളത്, മത്തറു എന്നാവും. മഴ വർഷിക്കപ്പെടും. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? ഇവിടെ ലറബ ദുരിബ എന്നൊക്കെ പറയും. ഫായിലിന് എപ്പോഴും ദമ്മുണ്ടാവും. ഇവിടെയൊക്കെ ദമ്മുണ്ടല്ലേ. ഇവിടെ ദമ്മ് ഫായിലിന് എപ്പോഴും റഫ് ഉണ്ടാവുന്നതിന് പറയാം. ദമ്മെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ശരിയാവില്ല, റഫ് ഉണ്ടാവും കേട്ടോ. അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മജ്ഹൂലായ ഫീലിൻ്റെ ആദ്യത്തെ അക്ഷരത്തിന് എപ്പോഴും ദമ്മുണ്ടാവും, അവസാനത്തിൻ്റെ മുമ്പ് എപ്പോഴും കെസ്ർ ഉണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പം ഈ ഒരു താവ് വേറൊരു താവാണ്, കുത്തില എന്നുള്ളതാണ് ശരിക്കുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ നായിബ് ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അവസാനത്തിൽ എപ്പോഴും ദമ്മുണ്ടാവും. ദമ്മല്ല റഫ് ഉണ്ടാവും. അതൊന്നുകിൽ ദമ്മായിരിക്കും, അല്ലെങ്കിൽ ദമ്മിൻ്റെ തൻവീനായിരിക്കും. ഈ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഉദാഹരണങ്ങളിലേക്ക് പോകുമ്പോൾ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ, നുഹവ്വിലു നായിബൽ ഫായിലി മഫ്ഊലൻ വ നക്തുബുൽ ജുമലൽ മുഫീദ, നക്തുബുൽ ജുമലൽ മുഫീദത്തൻ കമാ ഫിൽ മിസാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിലുള്ളതുപോലെ നമ്മളൊരു ഇത് കൊടുത്തിട്ട് ജുംലത്തും മുഫീദ നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുത്തിലത്തിൽ ഹയ്യത്തു, ഇവിടെ കൊടുത്തിരുന്നത് മഅറൂഫും അതുപോലെ തന്നെ ഫായിലും മഫ്ഊലൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ മജ്ഹൂലായ ഫീലിനെയും നായിബ് ഫായിലിനെയുമാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ മഅറൂഫ്, ഫായില്, മഫ്ഊൽ ബിഹി എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ കുത്തിലത്തിൽ ഹയ്യത്തു
കുത്തിലത്തിൽ ഹയ്യത്തു എന്നുള്ളത്. അപ്പോൾ കുത്തില എന്താവും, ഹയ്യത്തു എന്നുള്ളത് എന്താണ്. അപ്പോൾ ഇനി എന്താണ്, ഈ കുത്തില എന്നുള്ളതിനൊരു ഫായിലിനെ നമ്മൾ കാണണം. അപ്പോൾ ഫായിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ കത്തല നമുക്ക് റജുലു എന്ന് ഫായിലിനെ കൊടുക്കുക. കത്തല റജുലു അൽ ഹയ്യത്താന്നുണ്ടാവുക. കത്തല റജുലു. കുത്തില എന്നുള്ളതിനും അതിനെ ആദ്യത്തിൽ ഫത്തഹ വരും അല്ലേ. അപ്പോൾ കത്തല എന്നുണ്ടാവുക അതിൻ്റെ മഅറൂഫായ ഫീല്. പിന്നെ സുരിഖൽ മാലു എന്ന് കൊടുത്തിട്ടുണ്ട്, യുഫ്തഹു ഷുബാഖു എന്ന് കൊടുത്തിട്ടുണ്ട്, യുൻസറുൽ ഫഖീറു എന്ന് കൊടുത്തിട്ടുണ്ട്, ഖുരിഅൽ ജദീദത്തു എന്ന് കൊടുത്തിട്ടുണ്ട്, യുഗ്ലഖു ഷാരിഉ എന്ന് കൊടുത്തിട്ടുണ്ട്, മുലിഅൽ ഇനാവു എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കുത്തിലൽ ഹയ്യത്ത് പറഞ്ഞാൽ പാമ്പ് കൊല്ലപ്പെട്ടു. പിന്നെ സുരിഖൽ മാലു പറഞ്ഞാൽ സമ്പത്ത് മോഷ്ടിക്കപ്പെട്ടു. പിന്നെ യുഫ്തഹു ഷുബാഖു പറഞ്ഞാൽ ജനവാതിൽ തുറക്കപ്പെട്ടു. പിന്നെ യുൻസറുൽ ഫഖീറു ദരിദ്രൻ സഹായിക്കപ്പെടും. പിന്നെ ഖുരിഅൽ ജദീദത്തു പത്രം വായിക്കപ്പെട്ടു. യുഗ്ലഖു ഷാരിഉ ഡോർ അടക്കപ്പെടും. മുലിയൽ ഇനാവു പാത്രം നിറക്കപ്പെട്ടു എന്നൊക്കെയാണ്. ഇപ്പോൾ ഇതിന് ഒരു ഫായിലിനെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫായിലിന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സുരിക്കൽ മാലു സമ്പത്ത് മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അതിനൊരു സാധാരണ കള്ളന്മാരാണ് സമ്പത്ത് മോഷ്ടിക്കൽ. അപ്പോൾ നമുക്ക് ലിസ്വ എന്ന് കൊടുക്കാം. ഇപ്പോൾ സറക്കൽ ലിസ്വൽ മാല എന്ന് കൊടുക്കാം കേട്ടോ. പിന്നെ യുഫ്തഹു പിന്നെന്താണ്, യുഫ്തഹു ഷുബാക്കു. ഷുബാക്ക് എന്ന് പറഞ്ഞാൽ ജനൽ ആരെ തുറക്കുക, ആരെങ്കിലും തുറക്കുക. തൽക്കാലം നമുക്കൊരു കുട്ടീനെ കൊണ്ടുകൂടെ തുറപ്പിക്കുക. വലതെന്ന് കൊടുക്കുക. അപ്പോൾ യഫ്തഹുൽ വലതു ഷുബാക്കാന്നുണ്ടാവുക. പിന്നെ യുൻസറുൽ ഫക്കീറു, ഫക്കീർ സഹായിക്കപ്പെട്ടു. അപ്പോൾ ഫക്കീർമാരാരെ സഹായിക്കുക, ധനികന്മാരാരെ സഹായിക്കും, ധനികന്മാർ സഹായിക്കും, അല്ല മറ്റുള്ള ആൾക്ക് സഹായിക്കും. നമുക്ക് തൽക്കാലം ഇവിടെ ധനികെന്ന് കൊടുക്കുക. എന്താണ്, ഖനി അല്ലേ. അപ്പോൾ യൻസുറുൽ ഖനിയുൽ ഫക്കീറ കേട്ടോ. അങ്ങനെ ഉണ്ടാവുക, ധനികൻ ദരിദ്രനെ സഹായിക്കും. ഖുരിഅൽ ജരീദത്തു എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് പത്രം വായിക്കപ്പെട്ടു. അപ്പോൾ ഖറഅൽ ഉസ്താദുവിനെ കൊടുക്കാം നമുക്ക്. അൽ ജരീദത്ത ഉസ്താദ് പത്രം വായിച്ചു. പിതാവല്ലോ കേട്ടോ, ഉസ്താദാണ്, പത്രം വായിച്ചു കേട്ടോ. ഉസ്താദ് പത്രം വായിച്ചു കേട്ടോ. പിന്നെ യുഗ്ലഖു ഷാരിഉ അല്ലേ. യുഗ്ലഖു പറഞ്ഞാൽ ഡോർ അടക്കപ്പെടും അല്ലല്ലോ, ഡോറല്ല റോഡാണ് കേട്ടോ. ഇവിടെ ചെയ്തത് പറ്റുക, റോഡ് അടക്കപ്പെട്ടു അല്ലെ, അടക്കപ്പെടും. അപ്പം എന്താണ്, ആരാണ് റോഡ് അടക്കൽ, റോഡിൻ്റെ ജോലിയുള്ള ചെയ്യുന്ന ആളുകൾ, തൊഴിലാളികൾ. അപ്പോൾ അതിന് ആമിൽ എന്നാണ് പറയുക. അപ്പോൾ യഗ്ലുഖുൽ ആമിലു അഷാരിയ, തൊഴിലാളി റോഡ് അടക്കുന്നു അല്ലെ അടക്കും. മുലിഅൽ ഇനാവു പാത്രം നിറക്കപ്പെട്ടു. അതാരാണ്, ആരും ആവല്ലേ. നമുക്കിവിടെ ഒരു ഖാലിദ് എന്നോ എന്തും കൊടുക്കുക. മല ഖാലിദുൻ അൽ ഇനാ, ഖാലിദ് പാത്രം നിറച്ചു. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമുക്ക് ഏതും കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഈ പറഞ്ഞിടത്തൊക്കെ നമ്മൾ ഉദാഹരണത്തിലൂടെ റജുൽ എന്ന് കൊടുത്ത സ്ഥിതിക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ റജുൽ കൊടുക്കുക, അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളത് അഥവാ ഈ ഒരു കോളം പൂരിപ്പിക്കാൻ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പേരൊന്നും കിട്ടണില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, റജുൽ എന്നെല്ലായിടത്തും കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പുരുഷൻ പാമ്പിനെ കൊന്നു, പുരുഷൻ സമ്പത്ത് മോഷ്ടിച്ചു, പുരുഷൻ ജനവാതിൽ തുറക്കും, പുരുഷൻ ദരിദ്രനെ സഹായിക്കുമെന്ന് കൊടുത്താൽ തെറ്റൊന്നുമല്ല. അപ്പോൾ ആ രൂപത്തിലൊക്കെ അത് പഠിച്ചു വെക്കുക. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇതാണ്. ഇവിടെ എന്താണ്, ഇതിൻ്റെയൊക്കെ എന്താണ് മഅറൂഫായ ഫീൽ നമുക്ക് കിട്ടണം. കുത്തില എന്നുള്ളത് കുത്തിലത്തുള്ള കുത്തിലയാണ്, സുരിക്ക എന്നുള്ളത് സറക്കയാണ് അല്ലേ. അപ്പം അതിൻ്റെയൊക്കെ മാതിയായ ഫീൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇതാണ് ഈ ഒരു നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു പാഠത്തിലുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളൊരു പാഠമാണ് ഇൻഷാ അല്ലാഹ്. എന്താണ് മഫ്ഊല്, അതുപോലെ തന്നെ മജ്ഹൂല്, മഅറൂഫ്, അതുപോലെ തന്നെ നായിബ് ഫായിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പാഠത്തിലുള്ള ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കുക, അതിൻ്റെ അർത്ഥവും പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ.